ഓരോ പ്രണയത്തിനും ഒരു തുടക്കമുണ്ട്. ചിലത് ഒരു നോട്ടത്തിൽ, ചിലത് ഒരു ചിരിയിൽ. പക്ഷേ ഈ കഥ തുടങ്ങിയത് ഒരു ഒഴിഞ്ഞ സീറ്റിൽ നിന്നാണ്. കോളേജിലെ ആദ്യ ദിവസം ക്ലാസ്സിലെ അവസാന ബെഞ്ചിൽ മാത്രം ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ ചെന്നിരുന്ന അർജുൻ തൻ്റെ അരികിൽ ആരാണ് വരികയെന്ന് പോലും ശ്രദ്ധിച്ചില്ല. അല്പസമയം കഴിഞ്ഞ് ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചു, ഇവിടെ ഇരുന്നോട്ടെ. അർജുൻ ചെറുചിരിയോടെ തലകുലുക്കി. അവളുടെ പേര് മീര. ആദ്യ ദിവസം സംസാരിച്ചത് 2 വാക്കുകൾ മാത്രം. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആ 2 വാക്കുകൾ മണിക്കൂറുകളായുള്ള സംഭാഷണങ്ങളായി മാറി. ഒരുമിച്ച് ലൈബ്രറിയിൽ പോകും, ക്യാൻറ്റീനിൽ ഒരു ചായ 2 പേർ പങ്കിട്ട് കുടിക്കും, മഴ പെയ്താൽ ഒരേ കുടയുടെ കീഴിൽ നടന്ന് വീട്ടിലേക്ക് പോകും. അവരുടെ സൗഹൃദം പതിയെ പ്രണയമായി മാറുകയായിരുന്നു. ഒരു വൈകുന്നേരം കോളേജിന്റെ ടെറസിൽ നിന്നുകൊണ്ട് അർജുൻ പറഞ്ഞു, നിന്നെ കാണാത്ത ഒരു ദിവസം പോലും ഇനി എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. മീര ചിരിച്ചു. അപ്പോ ജീവിതം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കണം. ആ ചിരിയായിരുന്നു അവരുടെ പ്രണയത്തിന്റെ സമ്മതം. പക്ഷേ ജീവിതം കഥകളെപ്പോലെ എളുപ്പമല്ല. മീരയുടെ അച്ഛന് മറ്റൊരു നഗരത്തിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചു. പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ച് അവൾക്ക് പോകേണ്ടി വന്നു. പിരിയുന്ന ദിവസം ഇരുവരും ബസ് സ്റ്റാൻഡിൽ നിന്നു. പറയാൻ ഒരുപാട് വാക്കുകളുണ്ടായിരുന്നു. പക്ഷേ കണ്ണീരാണ് സംസാരിച്ചത്. ബസ് നീങ്ങിത്തുടങ്ങി. ജാലകത്തിലൂടെ മീര കൈവീശി. അർജുൻ ഒരേ ഒരു വാക്ക് മാത്രം പറഞ്ഞു, കാത്തിരിക്കും. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. ഫോൺ വിളികൾ കുറഞ്ഞു, സന്ദേശങ്ങൾ അപൂർവമായി. പിന്നെ ഒരു ദിവസം എല്ലാം നിലച്ചു. ജീവിതം 2 പേരെയും 2 വഴികളിലേക്ക് കൊണ്ടുപോയി. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു മഴയുള്ള സായാഹ്നം അർജുൻ പതിവ് പോലെ ഒരു ചെറിയ കഫേയിലിരിക്കുകയായിരുന്നു. അപ്പോൾ വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. ആ മുഖം മറക്കാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. മീര. ഇരുവരും കുറച്ചുനേരം ഒന്നും സംസാരിച്ചില്ല. ശേഷം മീര മൃദുവായി ചോദിച്ചു, ഇപ്പോഴും മഴ ഇഷ്ടമാണോ? അർജുൻ ചിരിച്ചു. മഴയേക്കാളും മഴയിൽ എൻ്റെ കൂടെ നടന്ന ആളെയാണ് ഇപ്പോഴും കൂടുതലിഷ്ടം. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ തിരികെ വന്നത് ഒരു ഓർമ്മ കാണാനല്ല. അവൾ ചെറിയൊരു കത്ത് അർജുൻ്റെ മുന്നിൽ വെച്ചു. 5 വർഷം മുമ്പ് എഴുതിയതായിരുന്നു അത്. ഞാൻ തിരികെ വരും. അന്ന് നീ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ കഥ അവിടെ നിന്ന് വീണ്ടും തുടങ്ങാം. അർജുൻ മുകളിലേക്ക് നോക്കി. ഞാൻ ഇന്നും അതേ അവസാന ബെഞ്ചിലെ ആൺകുട്ടിയാണ്. മീര ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈപിടിച്ചു. ഞാനും അന്ന് ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ച അതേ പെൺകുട്ടി. പുറത്ത് മഴ ശക്തമായി പെയ്യുകയായിരുന്നു. പക്ഷേ ആ മഴയിൽ ഇത്തവണ ഒരു വേർപിരിയലുണ്ടായില്ല. കാരണം യഥാർത്ഥ പ്രണയം സമയം തോൽപ്പിക്കില്ല. അത് കാത്തിരിക്കാൻ പഠിപ്പിക്കും. അവസാനം ഒരുമിപ്പിക്കുകയും ചെയ്യും. ചില പ്രണയങ്ങൾ അവസാനിക്കുന്നില്ല. അവ ശരിയായ സമയത്ത് വീണ്ടും തുടങ്ങുകയാണ്.